ഷാഹിദ് കപൂറിന്റെ ഒരു ലവ് സ്റ്റോറി ഇപ്പൊ OTT വന്നിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയാണ്. നമ്മുടെ ഷാഹിദ് കപൂർ, രശ്മിക മന്ദാന, കൃതി സാനൻ ഇവരൊക്കെ അഭിനയിച്ച കോക്ടെയിൽ 2 ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ ഈ പടത്തിനെ പറ്റിയിട്ട് പലർക്കും പല അഭിപ്രായമായിരിക്കും. ചിലവർക്ക് ഇത് വൻ അപരാധമായി തോന്നും, പീക്ക് അപരാധമായി തോന്നും. എന്നാൽ എനിക്ക് ഇത് അത്യാവശ്യം നൈസ് പടമായിട്ടാണ് തോന്നുന്നത്. സോ അതായത് ഈ അഡൾട്ട്ഹുഡിന്റെ ഒരു പീക്ക് മാഡ്നസ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം മാഡ്നസ്, കാവോസ്, ഈ മെസ്സിനെസ്, ഫൺ പരിപാടി ഇതൊക്കെയാണ് ഈ പടത്തിൽ പറഞ്ഞുകൂടാ. അതായത് ഇങ്ങനെ കുറെ വെള്ളം അടിക്കുക, കുറെ പാർട്ടി ചെയ്യുക, അതേപോലെ തന്നെ കുറെ വൈൻ അടിക്കുക, ദേ ഫക്ക് പീപ്പിൾ, ഇതൊക്കെയാണ് അവരുടെ ഫൺ പരിപാടി. എനിക്കിത് നൈസ് പടമായിട്ടാണ് തോന്നിയത്. സോ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഷാഹിദ് കപൂറിന്റെ ഗേൾ ഫ്രണ്ട് ആണ് രശ്മിക മന്ദാന. ചെറുപ്പം തൊട്ട് ഫ്രം സ്കൂൾ ഡേയ്സ്. പെട്ടെന്ന് ഒരു ദിവസം ഇവർ എവിടേക്കും ഒരു ഹോളിഡേക്ക് പോവാണ്. അവിടെ വെച്ച് കൃതി സാനനെ പരിചയപ്പെടുന്നു. കൃതിയോട് നീ ഷാഹിദിനെ സെഡ്യൂസ് ചെയ്യാൻ പറയും. അതായത് ഈ റിലേഷൻഷിപ്പിൽ ആൾ എത്രത്തോളം ജെനുവിൻ ആണ് അറിയാൻ വേണ്ടി സെഡ്യൂസ് ചെയ്യാൻ പറയുന്നു. പിന്നെ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. എല്ലാവർക്കും വർക്കാവോ ഇല്ലേ അതൊന്നും ഒരു ഉറപ്പും തരാൻ പറ്റില്ല. ചുമ്മാ കണ്ടു നോക്കുക, വർക്കായ വർക്കായി. അത്രയൊരു പ്രാന്ത് പടമാണ്. കോക്ടെയിൽ 2 എന്നുള്ള പേരുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും, കോക്ടെയിൽ ഫസ്റ്റ് പാർട്ട് കാണണോ? രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഫസ്റ്റ് പാർട്ടില് സെയ്ഫ് അലി ഖാനാണ് നായകൻ, ആൻഡ് സെക്കൻഡ് പാർട്ടില് ഷാഹിദ് കപൂർ ആണ്. സോ ഇതില് വൻ ഷോ സ്റ്റീലർ ഷാഹിദ് കപൂർ അല്ല, രശ്മിക മന്ദാന അല്ല, കൃതി സാനൻ. ഈ സിനിമ കൃതി വരുന്നവരെ ഒരു ഭയങ്കര വട്ടുപിടിച്ച പടമായി തോന്നും. അതായത് ഇവരുടെ വർത്താനം, ഇവരുടെ പ്രവൃത്തിയൊന്നും സാധാരണക്കാർക്ക് അക്സെപ്റ്റബിൾ അല്ല. ഈ പടം ഒന്നും സാധാരണക്കാർക്ക് അക്സെപ്റ്റബിൾ അല്ല. ഇതിന്റെ ഫ്രെയിംസ് വൻ റിച്ച് ആണ്, വിഷ്വൽസ് വൻ റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ സിനിമാറ്റോഗ്രഫി വൻ നൈസ് പരിപാടിയാണ്. 150 പാട്ട് അടുപ്പിച്ചിട്ടുണ്ട്. പാട്ട് കേൾക്കുമ്പോ അയ്യേ ഇതെന്തോന്ന് അങ്ങനെ തോന്നില്ല. സോങ്സ് ആർ നൈസ്. പക്ഷെ അടുപ്പിച്ച് പാട്ട് വരുമ്പോ വെറുപ്പിക്കലായി തോന്നിയിട്ടുണ്ടായിരുന്നു. കൃതി സാനന്റെ ഒരു പെർഫോമൻസ് ഉണ്ട് മന്നെ. ഷീ വാസ് ജസ്റ്റ് സ്ലേയിങ് ഒജാതി. രശ്മികയൊക്കെ സൈഡിൽ, രശ്മികയൊക്കെ വരുമ്പോ അങ്ങോട്ട് മാറി നിൽക്ക്, കൃതി വരട്ടെ, അങ്ങനെ തോന്നിക്കും. ദിസ് മൂവി ഈസ് ആക്ച്വലി റേറ്റഡ് ആണ്. ഫാമിലി ആയിട്ട് കാണുന്നതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഞാൻ ഫാമിലി ആയിട്ടാണ് കണ്ടത്. ഇവിടെ ആർക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല.